ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹൃദയ നിക്ഷേപം നാം പുറപ്പെടുവിക്കണം എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, മനുഷ്യരുടെ ഇടയിൽ നല്ല മനുഷ്യരും ദുഷ്ടമനുഷ്യനും എന്നിങ്ങനെ രണ്ട് വിഭാഗം മനുഷ്യരുണ്ട്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് മാത്രം പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദോഷമായതിൽ നിന്ന് ദോഷം മാത്രം പുറപ്പെടുവിക്കുന്നു. നല്ലവനും ദുഷ്ടനും തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നാണ് പുറപ്പെടുവിക്കുന്നത്. ഒരുവന് നല്ലവനെന്നോ ദുഷ്ടനെന്നോ വെളിപ്പെടുത്തുന്നത് അവൻ്റെ ഹൃദയമാണ്. ഹൃദയത്തിൽ നിക്ഷേപം കരുതുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയുള്ളത് എന്ന് നിർണയിക്കുന്നത് പുറമെയുള്ളതൊന്നുമല്ല, അവൻ്റെ ഹൃദയ നിലവാരമാണ് അവൻ നല്ലവനെന്നോ ദുഷ്ടനെന്നോ നിർണയിക്കുന്ന അടിസ്ഥാനം. മനുഷ്യനെ അവൻ ആരെന്നും അവൻ എങ്ങനെയുള്ളവനെന്ന് വെളിപ്പെടുത്തുന്നതും അവൻ തൻ്റെ ഹൃദയത്തിൽ കരുതുന്ന നല്ലതും തീയതുമായ നിക്ഷേപങ്ങളാണ് എന്ന് തിരുവചനം നമ്മെ ഉപദേശിക്കുന്നു. നല്ല മനുഷ്യന് തൻ്റെ ഹൃദയത്തിൽ തീയതായ നിക്ഷേപം സ്വരുക്കൂട്ടുവാനാവില്ല. അവൻ തൻ്റെ ഹൃദയത്തിൽ നിറയെ നല്ല നിക്ഷേപങ്ങൾ നിറച്ചു വയ്ക്കണം. ആ നിക്ഷേപത്തിൽ നിന്ന് നല്ല മനുഷ്യൻ നല്ലത് പുറപ്പെടുവിക്കുന്നു. പ്രിയരെ, എങ്ങനെയാണ് ഒരുവന്റെ ഹൃദയത്തിൽ നിക്ഷേപം ഉണ്ടാകുന്നത്? അപ്പോഴപ്പോൾ ഒരുവന് ലഭിക്കുന്നത് സ്വരൂപിക്കുന്നതാണ് അവൻ്റെ ഹൃദയ നിക്ഷേപം. എൻ്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപമേ ഉണ്ടാകാവൂ, നല്ലതേ എനിക്ക് പുറപ്പെടുവിക്കാനാകാവൂ എന്ന് ഓരോ വിശ്വാസിയും തീരുമാനിക്കുന്നവനാണ്. അങ്ങനെ തീരുമാനിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നല്ലതും ദോഷകരവുമായത് അവന് ലഭിക്കുന്നുണ്ട്. അതിൽ നല്ലതേ ഞാൻ കേട്ടതിലും ചിന്തിച്ചതിലും വായിച്ചതിലും അറിഞ്ഞതിലും നല്ലത് മാത്രമേ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിക്ഷേപമായിരിക്കുവാൻ സമ്മതിക്കൂ. ദോഷകരമായതും നല്ലതല്ലാത്തതുമായതെല്ലാം ഞാൻ ചവറ്റുകുട്ടയിലേക്ക് എറിയും എന്ന് നിശ്ചയിച്ചുറപ്പിച്ചവനായിരിക്കും ഒരു ആത്മീയനായ മനുഷ്യൻ. നല്ലത് മാത്രം എപ്പോഴും സ്വരൂപിക്കുന്നവരായി തീരുക എന്നത് ഭക്തന്റെ ആഗ്രഹമായിരിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ദിനംതോറുമുള്ള അനുഭവങ്ങളിൽ നിന്ന്, നാം തരണം ചെയ്യുന്ന പ്രതികൂലങ്ങളിൽ നിന്നുമൊക്കെ പ്രിയരെ നല്ലത് മാത്രം സ്വരൂപിക്കുകയും അല്ലാത്തതെല്ലാം വിട്ടുകളയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഒരുവന്റെ ഹൃദയ ചിന്തകൾ, അവൻ്റെ വിചാരങ്ങൾ വിഷലിപ്തമാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ദോഷചിന്തയും ദോഷ തീരുമാനങ്ങളും ദോഷ അഭിപ്രായങ്ങളുമേ പുറത്തു വരികയുള്ളൂ. ഒരുവന്റെ ഹൃദയം പോലെ തന്നെയാണ് അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും. കർത്താവായ യേശു ഒരിക്കൽ പരീശന്മാരെ പരസ്യമായി വിളിച്ചത് സർപ്പസന്തതികളെന്നാണ്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയും. യേശു പരീശന്മാരെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചതിന് കാരണം അവരുടെ ഹൃദയത്തിൽ വിഷമുണ്ടായിരുന്നതിനാലാണ്. അവരുടെ ഹൃദയത്തിൽ നിക്ഷേപമായി ഉണ്ടായിരുന്നത് വിഷമായിരുന്നതിനാൽ, വിഷമയമുള്ളതായിരുന്നതിനാൽ അവരുടെ പ്രവൃത്തികളും വാക്കുകളും വിഷലിപ്തമായിരുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞിരുന്നത് അവരുടെ വായ പ്രസ്താവിച്ചുകൊണ്ടേയിരുന്നു. നല്ല ഹൃദയം, നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, നല്ല അഭിപ്രായങ്ങൾ, നല്ല തീരുമാനങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, നല്ല പ്രോത്സാഹനങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നു. എന്നാൽ ദുഷിച്ച ഹൃദയം ദോഷവാക്കുകളും ചീത്തത്തരങ്ങളും കൊട്ടച്ചൊല്ലുകളും കളിവാക്കുകളും പരിഹാസവാക്കുകളും വേദനിപ്പിക്കുന്ന വാക്കുകളും ഉൽപ്പാദിപ്പിക്കുന്നു. കർത്താവിൻ്റെ 2-ാം വരവിൽ
ശരീരത്തിന് രൂപാന്തരം സംഭവിച്ച് എടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതൽ തൻ്റെ ഇഹലോക ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനും നല്ല ഹൃദയത്തിനും ഉടമയായിരിക്കുവാൻ, ഹൃദയത്തിൽ നല്ല നിക്ഷേപമുള്ളവനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് നടത്തിപ്പും സഭ മുഖാന്തരമുള്ള പരിപാലനവും പ്രിയരെ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നു. നല്ല മനുഷ്യൻ തൻ്റെ ജീവകാലത്ത് യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, സദൃശവാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിയോ അവൻ ശിക്ഷ വിധിക്കുന്നു. വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്നവനും അവകാശം വയ്ക്കുന്നവനുമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നല്ല മനുഷ്യന് തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ദൈവം നമ്മെ നാശത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നത് നാം നല്ല മനുഷ്യനായി നമ്മെ തന്നെ വെളിപ്പെടുത്തേണ്ടതിനായിട്ടാണ്. നമ്മുടെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് മാത്രം പുറപ്പെടുവിച്ച് വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ച് നല്ലവരായി പിതാവാം ദൈവത്തിന് പ്രസാദം നമുക്ക് പ്രാപിക്കുന്നവരായി തീരാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേട്ട് സമർപ്പിച്ച പ്രാർത്ഥിക്കേണ്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വിടുവിക്കപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ, നല്ല നിക്ഷേപം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തണമേ. അങ്ങയുടെ മഹത്വമുള്ള നാമം ഉയർത്തുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.